സ്റ്റെപ്പ് ഇത് ഈ രാഷ്ട്രീയത്തിൽ വന്നാലും ഇടയ്ക്കൊരു സിനിമയൊക്കെ നമുക്ക് കാണാനൊരു ഇതുണ്ടല്ലോ. വല്ലാത്തൊരു അടിയായി പോയി. വിജയ് ഇഷ്ടമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. വലിയ കുഴപ്പമൊന്നും, എല്ലാം ഒരേ ടൈപ്പ് പടം തന്നെയല്ലേ ചെയ്യുന്നത്. വിജയ് സിനിമ നിർത്തി എന്ന് പറഞ്ഞപ്പോ എന്തോ തോന്നി? ഒന്നും തോന്നിയില്ല, കാരണം ഞാൻ സൂര്യ ഫാനാണ്. നാട്ടിലേക്ക് പോണ വെറുതെ ഒരു കഴിവുണ്ട്, കഴിവിൽ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ സംഘപരിവാറിന്റെ കടന്നേറ്റുണ്ട സാധ്യതയുണ്ട്. അത് തടയണമെങ്കിൽ ഒരു സ്റ്റാർഡമുള്ള ഒരാൾ വരണം. സങ്കടമുണ്ട്. ഒരു പേടിയല്ലോ, LCU കംപ്ലീറ്റ് ആവും. സൂപ്പറാണ് വിജയ്, അത്ര പറയാനുള്ളൂ. തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കുന്ന ആഘോഷ തിമിർപ്പിൽ ആറാടിക്കുന്ന വിജയ് സിനിമകൾ ഇനി ഉണ്ടാകില്ലേ? തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് പൊളിറ്റിക്സിലേക്കുള്ള തൻ്റെ പ്രവേശനം വിജയ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സിനിമാ പ്രേമികളും വിജയ് ആരാധകരും എല്ലാം ഒരുപോലെ ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം ഇതിനോടനുബന്ധിച്ച് അദ്ദേഹം പുറത്തുവിട്ട പ്രസ്താവനയിൽ 2 സിനിമകൾ കൂടിയേ വിജയുടേതായി ഇനി അടുത്ത കാലത്ത് പുറത്തിറങ്ങുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനോട് മലയാളികളായ വിജയ് ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേട്ടു നോക്കാം. പിന്നെ പണ്ട് തൊട്ടേ നമ്മൾ കാണുന്നില്ലേ, വിജയ് എന്ന് പറയുമ്പോൾ അതൊരു ഫാൻ, അല്ലെങ്കിൽ ഇപ്പം ഒരു അന്യ നടനായാൽ പോലും നമുക്ക് ആ ഒരു വേതിറിവ് വരുത്തില്ല. പുള്ളിയുടെ സിനിമ ഇറങ്ങുമ്പം നമുക്കിപ്പോൾ ഇവിടെ ഏതെങ്കിലും ടോപ്പ് സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളിയുടെ സിനിമ കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ നോർമൽ മലയാളം മൂവീസൊക്കെ കാണാൻ പോവാറ്. എല്ലാ പടവും പോയി കാണും വിജയുടെ. പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കൊല്ലം ഒരു പടമെങ്കിലും വിജയ് ഇറങ്ങുമോ എന്നുള്ളൊരു ഇതിലായിരിക്കണം. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് പോയി പടമൊന്നും ചെയ്തില്ലെങ്കിൽ ഷോ വരും. വെറൈറ്റി അഭിനയമായിട്ടൊക്കെ വന്നിട്ടിരിക്കുന്നതല്ല, നേരത്തെ പോലെയല്ല. വിജയുടെ എല്ലാ സിനിമയും ഹിറ്റാണ്. എന്ത് അഭിനയിച്ചാലും എല്ലാം ഹിറ്റായി പോകും. നിർത്തണെന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം. ഫാനല്ലേലും സങ്കടമുണ്ട്. വല്ലാത്തൊരു അടിയായി പോയി. ഇവിടെ തന്നെ എത്ര ഫാൻസാണ് ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പൊങ്ങി നടക്കണം. ഇപ്പം അതൊന്നും ഇല്ലാണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോഴുള്ള ഫാൻസുകാർ വേറെ ഇതിലോട്ട് പോകും. അത് തന്നെ പാല് ഒഴിച്ചിട്ട് മരിച്ച ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ വിഷമമൊന്നുമില്ല, പുള്ളിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. പുള്ളി ആവശ്യമില്ലാത്ത പരിപാടിക്കാണ് ഈ പോയേക്കുന്നത്, ഒരു അഭിപ്രായമുണ്ട്. അത് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരട്ടെ എന്നാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ DMKയുടെ സ്പേസിലേക്ക് വേറെ രാഷ്ട്രീയ പാർട്ടി വരാനില്ല. അല്ലെങ്കിൽ അവിടെ സംഘപരിവാറിൻ്റെ കടന്നേറ്റുണ്ട സാധ്യതയുണ്ട്. അത് തടയണമെങ്കിൽ ഒരു സ്റ്റാർഡമുള്ള ഒരാൾ വരണം. MGR വന്ന പോലെ, ജയലളിത വന്ന പോലെ സ്റ്റാർഡമുള്ള ഒരാൾ വരട്ടെ, പുതുവരണം ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ അത് പോട്ടെ. അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് അവരെ നമ്മളിവിടെ വാഷ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണേൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ച് ചിലപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും. വിജയ് ഇഷ്ടമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. പടം നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇല്ല കുഴപ്പമൊന്നും, എല്ലാം ഒരേ ടൈപ്പ് പടം തന്നെയല്ലേ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഇത്ര ആരാധകർ ഉണ്ടാവില്ല, കുറയും. മലയാളികളുടെ ഇടയിൽ എങ്ങനെയാണ് വിജയ്ക്ക് ഇത്രയും ഫാൻ ബേസ് ഉണ്ടായതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ അറിയില്ല, കുറേ ആയിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പം അങ്ങനെ വന്നതായിരിക്കും. ഗില്ലിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ, പോക്കിരി ഗില്ലി അങ്ങനെ. അതിനകത്ത് എന്തെങ്കിലും ആസ്വദിക്കാനുണ്ടാവും കൊണ്ടാണല്ലോ താല്പര്യപ്പെടുന്നത്. അല്ലാണ്ടൊരു ബോറമ്മ ഇവിടുത്തെ മോഹൻലാൽ തന്നെ, നമ്മൾ പ്രധാനപ്പെട്ട നടനും മോഹൻലാലും മമ്മൂട്ടി ഒരു മോശം പടം കണ്ടാൽ നമ്മൾ കാണുമോ? കൂക്ക് വിളിക്കൂലേ? അതുപോലെ തന്നെ വിജയുടെ പടം കൂക്കിയിട്ടില്ലേ? അതുപോലെയൊക്കെ നല്ല പടമാണെങ്കിൽ കാണും. ഏതെങ്കിലും വിജയുടെ പടങ്ങള് കണ്ടിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ളതുണ്ടോ? സൂപ്പറാണ് വിജയ്, അത്ര പറയാനുള്ളൂ. വിജയ് സിനിമകൾ കാണാറുണ്ടോ? ഇല്ല, കാണാറില്ല. വെറുതെ സത്യം പറ. സത്യം കാണാറില്ല. എത്തവണ കണ്ട സിനിമ എന്ന് പറയാനായിട്ട് കത്തി എന്ന് പറഞ്ഞ സിനിമ അറിയാലോ, അതൊരു നല്ല സിനിമയാണ്. അപ്പൊ വിജയ് സിനിമ നിർത്തി എന്ന് പറഞ്ഞപ്പോ എന്തോ തോന്നി? ഒന്നും തോന്നിയില്ല, കാരണം ഞാൻ സൂര്യ ഫാനാണ്. പിന്നെന്താണ്, ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല ഇനി, അത്രേ ഉള്ളൊരു വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഈ സൂര്യ ഫാൻസും വിജയ് ഫാൻസും തമ്മിലായിട്ട് അപ്പോൾ വിജയ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമ കുറയും. അപ്പോൾ സൂര്യ അതിനും കയറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ വിജയുടെ മകൻ വരാം. ഒരു പേടിയല്ലോ, LCU കംപ്ലീറ്റ് ആവും. ഇപ്പം ലോകേഷിൻ്റെ ഇതായാലും ലിയോ അതുപോലത്തെ യൂണിവേഴ്സൊക്കെ അവർ ഓപ്പൺ ആക്കിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി എന്താവും എന്നുള്ള. വിജയുടെ ഏതെങ്കിലും ഫേവറേറ്റ് ഡയലോഗോ പാട്ടോ അല്ലെങ്കിൽ സ്റ്റെപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്റ്റെപ്പ് ഇത് ചാടി എടുക്കത്തില്ല, അങ്ങനെ തന്നെ. വിജയുടെ എല്ലാം സൂപ്പറാണ്, എല്ലാം നമ്മൾ കാണും. വിജയോട് പറയാനുള്ളൊരു മെസ്സേജ് എന്തായിരിക്കും സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക്? സിനിമാ പ്രേമി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ വന്നാലും ഇടയ്ക്കൊരു സിനിമയൊക്കെ നമുക്ക് കാണാനൊരു ഇതുണ്ടല്ലോ. എന്താണ് പറയാനുള്ളത് വിജയോട്? പറയാനുള്ള പാർട്ടിയിലേക്ക് വോട്ട് എന്തിനാണ്?
പാർട്ടിയിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല, സിനിമയിൽ തന്നെ നമുക്ക് കാണാൻ. വിജയ്ക്ക് അങ്ങനെ രാഷ്ട്രീയത്തോട്ട് ഇറങ്ങാനുള്ള ടൈം ആയിട്ടില്ല. ഇനിയും തുടർന്ന് അഭിനയിക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. സിനിമ നിർത്തരുത്, അത്ര തന്നെ.